മലയാളി മെമ്മോറിയൽ 10,000-ലധികം പേർ ഒപ്പിട്ട് 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ. 10,000-ലധികം ആളുകൾ ഒപ്പിട്ട് 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് ഏത് പബ്ലിക് ലൈബ്രറിയിലാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറി. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് ഏത് പബ്ലിക് ലൈബ്രറിയിലാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറി. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടന? മലയാളി സഭ. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടന മലയാളി സഭ. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇ. രാമയ്യർ. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇ. രാമയ്യർ. ഈഴവ മെമ്മോറിയൽ. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി 1896 സെപ്റ്റംബർ 3. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി 1896 സെപ്റ്റംബർ 3. കേരളത്തിൽ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിൻ്റെ നായകനാര്? ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിൻ്റെ നായകൻ ഡോക്ടർ പൽപ്പു. ഒന്നാം ഈഴവ മെമ്മോറിയലിൻ്റെ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ. ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ. ഒന്നാം ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ട ആളുകളുടെ എണ്ണം 13,176. 1921 മലബാർ കലാപം. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂർ. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ ആലി മുസ്ലിയാർ. മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് മാപ്പിള കലാപകാരികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന വർഷം 1921. മലബാർ കലാപത്തിൻ്റെ ഭാഗമായ പാണ്ടിക്കാട് യുദ്ധം നടന്നതെന്ന്? 1921 നവംബർ 14. മലബാർ കലാപത്തിൻ്റെ ഭാഗമായ പാണ്ടിക്കാട് യുദ്ധം നടന്നത് 1921 നവംബർ 14. പാണ്ടിക്കാട് മിലിറ്ററി ക്യാമ്പ് ആക്രമിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയതാര്? ചെമ്പ്രശ്ശേരി തങ്ങൾ. മലബാർ കലാപം നിയന്ത്രിക്കാൻ മദ്രാസ് സർക്കാരിൻ്റെ സൈന്യ പിന്തുണ ആവശ്യപ്പെട്ട ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തോമസ്. മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസ്ലിയാർ. മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസ്ലിയാർ. ഹിന്ദുക്കളുടെ രാജാവായും മുഹമ്മദീയരുടെ അമീറായും ഖിലാഫത്ത് സൈന്യത്തിൻ്റെ കേണലായും സ്വയം പ്രഖ്യാപിച്ചത്? വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വൈക്കം സത്യാഗ്രഹം. 1905 വൈക്കം ക്ഷേത്രത്തിൻ്റെ 4 നടകളിലെയും പാതകളിൽ തീണ്ടൽ ജാതിക്കാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന പലക സ്ഥാപിച്ച കോട്ടയം ഡിവിഷൻ പേഷ്കാർ KP ശങ്കരമേനോൻ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരം വൈക്കം സത്യാഗ്രഹം 1924-25. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരം വൈക്കം സത്യാഗ്രഹം. 1924 ജനുവരി 24 എവിടെ നടന്ന KPCC യോഗമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ അയിത്തോച്ചാടനത്തിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചത്? എറണാകുളം.
വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിച്ച ഗാന്ധിജി വേമ്പനാട് കായൽക്കരയിൽ 20,000-ഓളം പേർ പങ്കെടുത്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതെന്ന് 1925 മാർച്ച് 10. മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ച വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചത് എന്നാണ്? ഏപ്രിൽ 7, 1924. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. ഏത് ജില്ലയിലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം? കോട്ടയം. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച തീയതി 1925 നവംബർ 3. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച തീയതി 1925 നവംബർ 3. ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂർ, കണ്ണൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാരത്ത് ശങ്കരൻ. ഏത് മലയാള പത്രമാണ് ഉപ്പ് സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയത്? മാതൃഭൂമി. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിച്ചതെന്ന്? നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതി 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതി 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചത് എന്നാണ്? 1932 സെപ്റ്റംബർ 21. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് 1932 ഒക്ടോബർ 2 നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പൻ. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി.
നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ IC ചാക്കോ. ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത്? ചിത്തിര തിരുനാൾ. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ക്ഷേത്രപ്രവേശന വിളംബരം. കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ചിത്തിര തിരുനാൾ മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് മഹാകവി ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യമേത്? ചൈത്രപ്രഭാവം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിലെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന്? 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം 1932 നിയോഗിച്ച 8-അംഗ സമിതിയുടെ തലവനായിരുന്നത് VS സുബ്രഹ്മണ്യയ്യർ. തിരുവിതാംകൂറിനെ സംബന്ധിച്ച് മറ്റെല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോയാലും മഹാരാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ഒറ്റ പ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന് പരാമർശം ആരാണ് നടത്തിയത്? മഹാത്മാഗാന്ധി. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ പ്രക്ഷോഭ കാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ AK ഗോപാലൻ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ആലുവ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ള. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചതാര്? അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാൻ. തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ ആദ്യ ഡിക്റ്റേറ്റർ ആരായിരുന്നു? പട്ടം താണുപിള്ള. ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ ആദ്യ ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ള. ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ എത്രാമത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അക്കമ്മ ചെറിയാൻ? 12. ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ എത്രാമത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അക്കമ്മ ചെറിയാൻ? 12. കയ്യൂർ സമരം. കാര്യങ്കോട് നദി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? കയ്യൂർ സമരം. കയ്യൂർ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയതെന്ന്? 1943 മാർച്ച് 29. കയ്യൂർ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം മീനമാസത്തിലെ സൂര്യൻ. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ.
പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണം.